സബ് ജില്ലാ കലോത്സവത്തിൽ പ്രകൃതി എന്ന കൂട്ടുകാരൻ എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എനിക്കൊരു കവിത ചൊല്ലിത്തന്നു. അതിന്റെ അർത്ഥം വിശദീകരിച്ചു തന്നു. ശ്രീ റഫീഖ് അഹമ്മദിന്റെ തോറ്റക്കുട്ടി എന്ന കവിത. തോൽവിയിൽ നാശനായ തോറ്റക്കുട്ടി ക്ലാസ് മുറിയിൽ നിന്നിറങ്ങി തോട്ടുവക്കിലേക്ക് നടന്നു. അവൻ പാഠപുസ്തകം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തോട്ടുവക്കിൽ ദുഃഖിച്ചു നിൽക്കെ അവനെ ആരൊക്കെയോ വിളിക്കുന്നതായി അവന് തോന്നി. പക്ഷി അവന്റെ തോളിൽ തട്ടി വിളിച്ചു. അവൻ പറത്തിവിട്ട കൂട കാറ്റത്ത് പറന്നു പോയി. വൃക്ഷങ്ങൾ അവനെ മാടി വിളിച്ചു. അവൻ മുകളിലേക്ക് നോക്കി. ആകാശമാകുന്ന പാഠപുസ്തകം അതാ മലർക്കെ തുറന്നു വെച്ചിരിക്കുന്നു. അവനോട് അവന്റെ ചുറ്റിലുമുള്ള പ്രകൃതി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ ഇനി തോറ്റ കുട്ടിയല്ല, പ്രകൃതിയിലേക്ക് കട്ടുറുന്ന നീ വിജയിച്ച കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, വിശാലമായ പ്രകൃതിയേക്കാൾ വലിയൊരു പാഠപുസ്തകമില്ലെന്ന് ഈ കവിത നമ്മോട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇടുങ്ങിയ 4 ചുവരുകളിലെ ക്ലാസ് മുറിയും അതിനേക്കാൾ ഇടുങ്ങിയ പാഠപുസ്തകങ്ങളിലുമല്ല അറിവുകൾ നിറഞ്ഞിരിക്കുന്നത് എന്നും അത് വിശാലമായ പ്രകൃതിയിൽ നിന്നുള്ളതാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രകൃതി ഒരു മഹാത്ഭുതമാണ്. മനുഷ്യരുൾപ്പെടെ കോടാനുകോടി ജീവജാലങ്ങളെ പോറ്റുന്നവൾ, അവർക്ക് ഭക്ഷണവും പാർപ്പിടവും ഒരുക്കി വെച്ചിട്ടുള്ളവൾ, രോഗങ്ങൾക്ക് ഔഷധമേകുന്നവൾ, ചൂടും തണുപ്പും താരഗണങ്ങളുമായി വെയിലും നിലാവും എല്ലാം സൃഷ്ടിക്കുന്നവൾ, ഒരു ഭാഗത്ത് അമ്പരചുംബിയായ മഹാമേരുക്കൾ, മേഘവീതിയെയും പിന്നിട്ട് ഉയർന്നു നിൽക്കുന്ന അവയുടെ ഹിമാമകുടങ്ങൾ, വിശാലമായ സമതലങ്ങൾ, കടൽ തീരങ്ങൾ, ഒരിക്കലും നിലയ്ക്കാത്ത തിരമാലകളുടെ സംഗീതം, വനനീലിമ, എല്ലാം ചേർന്ന പ്രകൃതി അതൊരു മഹാവിസ്മയമാണ്. എന്റെ വിദ്യാലയത്തിൽ പ്രകൃതിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാർ. നോക്കൂ, ക്ലാസ് മുറിയിലെ കുഞ്ഞുങ്ങളെ പോലെ തികച്ചും വ്യത്യസ്തരാണ് അവിടുത്തെ ചെടികളും പൂക്കളും. ചിലർ മാനം മുട്ടേ വളരുന്നു. പടർന്ന് പന്തലിക്കുന്ന അതിന്റെ മുകൾ പരപ്പ് അസംഖ്യം ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും അഭയമേകുന്നു. മരങ്ങളുടെ ശക്തി വേരുകളാണ്. അവർ 2 അടി മുകളിലേക്ക് വളരുമ്പോൾ മരങ്ങൾ 2 അടി മണ്ണിറങ്ങി മണ്ണിനെ ചുറ്റിപ്പിടിക്കുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് വൻ മരങ്ങളായി വളരാൻ ആ മരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനെ താങ്ങാകണം എന്ന പാഠം. ഇറുപ്പവനും മലർഗന്ധമേകും, വെട്ടുന്നവനും തൻ ചൂടകറ്റും, ഹനീപ്പവനും കിളിപ്പാട്ടുപാടും, പരോപകാരം പ്രബടം പ്രപഞ്ചം എന്ന് മഹാകവി ഉള്ളൂർ പാടുന്നു. ഉള്ളൂർ മാത്രമല്ല, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങിനി വരുന്ന ഗ്രാമഭംഗി വർണ്ണിക്കുന്ന ചങ്ങമ്പുഴ മുതൽ എത്ര കവികൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ് പ്രകൃതി. പ്രകൃതി അറിവാണ്, അന്യമാണ്. അത് സാന്ത്വനം മാത്രമല്ല, സൗന്ദര്യവുമാണ്. അത് ജീവിതം മാത്രമല്ല, ജീവനുമാണ്. ശ്രീ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ വരികൾ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആരെല്ലൻ ഗുരുനാഥൻ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭയമേകുന്ന, നമ്മെ പോറ്റി വളർത്തുന്ന പ്രകൃതി ഇന്ന് നാം മനുഷ്യരാൽ തന്നെ വൻതോതിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നമ്മെ ചേർത്ത് പിടിക്കുന്നത് പോലെ നമുക്കും പ്രകൃതിയെ ചേർത്ത് പിടിക്കാം. നന്ദി, നമസ്കാരം.